മാക്സിമം ഈ ഒരു 4-3 ചിന്നിങ് അടിക്കുന്നതിന് ഒരു ഏകദേശം ഒരാഴ്ച കൊണ്ട് ഏകദേശം 6-7 വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു 20 ദിവസമൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് അവനെ അത് ചെയ്ത് എന്ന് പറഞ്ഞാൽ പ്രത്യേകം സൗകര്യം ഒന്നും വീട്ടിൽ തന്നെ ചെയ്യാനേ ഉള്ളൂ. അവൻ ആത്മാർത്ഥമായിട്ട് വരുന്നത് 10 ദിവസം കൊണ്ട് നമ്മളിപ്പോൾ ഒരു 3 ചിന്നിങ് അടിച്ചാലും 10 ചിന്നിങ് അവനെ അടുപ്പിച്ച് ആത്മാർത്ഥമായിട്ട് 10 അവനെ എക്സലന്റ് അടുപ്പിച്ച് നമ്മൾ വിട്ടിരിക്കും. വെൽക്കം അവർ ചാനൽ. ഐ എം വിനോദ്, പെർഫെക്റ്റ് ഡിഫൻസ് അക്കാഡമി, കൊട്ടാരക്കര. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മൾ ഈ പുള്ളപ്പ് അല്ലെങ്കിൽ ചിന്നിങ് അത് എങ്ങനെയാണ് ഒരു ചിന്നിങ് പോലും ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ 2-3 പുള്ളപ്പ് എടുക്കാൻ സാധിക്കുന്ന ഒരു കുട്ടിക്ക് എങ്ങനെയാണ് 10 പുള്ളപ്പിലേക്ക് എത്താൻ സാധിക്കുക എന്നുള്ള ഒരു വീഡിയോയുടെ ടിപ്സുകളും ട്രിക്കുകളും ഒക്കെയാണ് നമ്മൾ ഇന്നിവിടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സർട്ടിഫൈഡ് പേഴ്സൺ ഒരു അത്ലറ്റിക്കിന് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ട്രെയിനിങ് ഒന്നുമല്ല ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്. ഞങ്ങൾ കഴിഞ്ഞ 10-17 വർഷം കൊണ്ട് ഞങ്ങൾ ഇവിടെ വരുന്ന കുട്ടികൾക്ക് കൊടുക്കുന്ന ടിപ്സുകളാണ്. ഈ ടിപ്സുകൾ ഞങ്ങൾ 100% വിജയിച്ചിട്ടുമുണ്ട്. ആയിരക്കണക്കിന് കുട്ടികൾ ഇത് ഞങ്ങളുടെ ഹോം ഗ്രൗണ്ടാണ്. ഈ ആയിരക്കണക്കിന് കുട്ടികൾ ഇവിടുന്ന് ഈ ടിപ്സിൽ കൂടി പുള്ളപ്പ് ചെയ്ത് 1-2 എടുക്കുന്ന കുട്ടികൾ, ഒന്നും എടുക്കാത്ത കുട്ടികൾ ഈ പുള്ളപ്പ് 10ലേക്ക് എത്തിയിട്ട് 40 മാർക്ക് വാങ്ങിച്ച് ഇന്ത്യൻ ആർമിയിൽ ജോയിൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പം ആ ഒരു വീഡിയോ എന്താണെന്ന് നമുക്ക് അതിനെക്കുറിച്ച് ഒന്ന് നോക്കാം. അപ്പം ഇതാണ് ബിനു സാർ കഴിഞ്ഞ 17 വർഷം കൊണ്ട് പെർഫെക്റ്റ് ഡിഫൻസ് അക്കാഡമിയിൽ കുട്ടികൾക്ക് നല്ല അടിപൊളിയായിട്ട് ഫിസിക്കൽ ട്രെയിനിങ് കൊടുക്കുന്ന സാറാണ്. ഇദ്ദേഹത്തിൻ്റെ ട്രെയിനിങ് കിട്ടി ആയിരക്കണക്കിന് കുട്ടികൾ ഈ കേരളത്തിലെ 14 ജില്ലയിൽ നിന്നും ഇന്ത്യൻ ആർമിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ടിപ്സുകൾ വളരെ കുട്ടികൾക്ക് ഒരുപാട് കുട്ടികൾക്ക് ഗുണകരമായിട്ടുണ്ട്. ഒരു പുള്ളപ്പ് പോലും എടുക്കാതെ 100 കിലോ വെയിറ്റുള്ള കുട്ടി പോലും ഇവിടെ വന്നിട്ട് 60 കിലോളം ആക്കിയിട്ട് ഇന്ത്യൻ ആർമിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ആ കുട്ടികളൊക്കെ ലീവിന് വരാറായിട്ടുണ്ട്. അപ്പോൾ അവരായിട്ടൊക്കെയുള്ള വീഡിയോസ് ഞങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ബിനു സാറിനോട് തന്നെ നമുക്ക് ചോദിക്കാം എങ്ങനെയായിരുന്നു എന്നുള്ളത്. ആദ്യമായിട്ട് നമ്മൾ പുള്ളപ്പ് ചെയ്യാനുള്ള കുറച്ച് ടിപ്സാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിന് മുമ്പ് നമ്മൾ ഈ എക്സസൈസുകൾ എക്സസൈസാണ് ആദ്യം പറയാൻ പോകുന്നത്. എക്സസൈസ് കുറച്ച് വാം പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ കുറച്ച് സിമ്പിളായിട്ടുള്ള കുറച്ച് വാം പ്രോട്ടീനാണ്. അത് ആദ്യമായിട്ട് നമ്മൾ റിസ്റ്റ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ കയ്യിൽ നിന്ന് ഫ്രണ്ടോട്ടിരുന്ന് റിസ്റ്റ് നല്ല വൃത്തിയായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്യുക, ഫ്രീ ആക്കുക. എന്നാൽ ഈ കയ്യിലെ ഒരു ഫ്ലെക്സിബിൾ ആവും നമ്മുടെ കൈ. അതുപോലെ തന്നെ സൈഡിലോട്ട് വെച്ചൊന്ന് റിസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക, തിരിച്ച് ചെയ്യുക. അതുപോലെ റിസ്റ്റ് നല്ല വൃത്തിയായിട്ടൊന്ന് റിഫ്ലക്റ്റ് ചെയ്യുക. റിഫ്ലക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മസിൽസൊക്കെ ഒന്ന് ഫ്രീ ആവുന്നതായിട്ട് ഫ്രീ ആവുന്നതിൽ ഒരു അനുഭവമുണ്ട്. അതുപോലെ അതും ഒരു 2-3 വട്ടം നമ്മളൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൈക്കൊരു ഒരു ഫ്ലെക്സിബിൾ അനുഭവപ്പെടുന്നതായിട്ട് കാണാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് പുഷപ്പാണ്. പുഷപ്പ് എന്ന് പറഞ്ഞാൽ പുഷപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഒന്നാമത്തെ കാര്യം ഈ പുള്ളപ്പ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്കെന്ന് പറഞ്ഞത് ഫോറാം, അപ്പർ ആം, ഷോൾഡർ ഇതിൻ്റെ തിക്നെസ് ആണ്. ഇതിൻ്റെ ഒന്ന് ബലം ഉണ്ടാക്കിയെടുക്കുകയാണ് ഇതിൻ്റെ മെയിൻ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ ഏറ്റവും കൂടുതലും ചെയ്യുന്ന ഒരു ഇവൻ്റാണ് പുഷപ്പ് നമ്മൾ ചെയ്യുമ്പോൾ പുഷപ്പ് എന്ന് പറഞ്ഞാൽ 3-4 രീതി നമുക്ക് പുഷപ്പ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് പ്ലാങ്ക് ചെയ്യാം. എത്രത്തോളം നമ്മൾ ചെയ്ത് പുഷപ്പ് എടുത്ത് ഒരു കുറഞ്ഞൊരു 10 അടിക്കുന്നവർ 20 അടിക്കാം, 30 അടിക്കാം. അങ്ങനെ പുഷപ്പ് അടിച്ച് നമ്മുടെ കൈക്ക് ഈ പറഞ്ഞ പോലെ കൈക്ക് ഇത്ര കൗണ്ട് നമ്മൾ ആദ്യമേ ഒരു 10 ചെയ്ത് നമ്മൾ നോക്കിയിട്ട് ഒരു ദിവസം 10 ചെയ്യുന്നവർ 11 ചെയ്യാൻ ശ്രമിക്കുക. അന്ന് തന്നെ 10 തന്നെ ഒരു 3-4 കൗണ്ട് ചെയ്ത് നോക്കിയിട്ട് വീണ്ടും നമുക്ക് അത് കൗണ്ട് കൂട്ടി കൊണ്ടുവരാം. എണ്ണം കൂട്ടി കൗണ്ടും കൂട്ടാം. ഏകദേശം ഒരു 15 നമ്മൾ ചെയ്യുന്നത് അത് 15 തന്നെ ഒരു 3 സെറ്റ് ചെയ്യാം, അല്ല 15 തന്നെ 4 സെറ്റ് ചെയ്യാം. പിന്നെ അടുത്ത ദിവസം ഒരു 20 ചെയ്യുമ്പോൾ അതൊരു 3 സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ഫോറാം, അപ്പറാം, ഷോൾഡർ ഏറ്റവും നല്ല ഡെവലപ്പാക്കി എടുക്കാൻ പറ്റും. ഇത്രയും നേരം നമ്മൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു വാമപ്പ് പ്രോട്ടീനാണ്. നമ്മൾ അടുത്ത ചിഹ്ന ടിപ്സിലോട്ട് നമ്മൾ പോകാണ്. അതിനകത്ത് ആദ്യമേ പുതിയൊരു കുട്ടി വന്ന് ചിഹ്നപ്പ് ചെയ്യണമെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. 1, 2, 3 ഒക്കെ ചെയ്യുന്ന കുട്ടികളാണ്. അങ്ങനെ അവരെ നമ്മൾ കുറച്ച് ടിപ്സുകൾ കാട്ടി അവരെ 10 ചിന്നിങ് വരെ അടിക്കാനുള്ള വർക്കൗട്ടാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. ആദ്യമായിട്ട് ചെയ്യുന്നത് പറഞ്ഞാൽ ഹോൾഡിംഗ് ആണ്, ലോവർ ഹോൾഡിംഗ് ആണ്. ലോവർ ഹോൾഡിംഗ് എന്ന് പറഞ്ഞാൽ 10 സെക്കൻഡ് നമ്മൾ ഒരു കുട്ടിയെ ലോവറായിട്ടെന്ന് പറഞ്ഞാൽ താഴത്തെ രീതിയിൽ തന്നെ കൈ നൂത്ത് പിടിച്ച് താഴത്ത് തന്നെ ഹോൾഡ് ചെയ്ത് കിടത്തുകയാണ്. 10 സെക്കൻഡ് കിടത്തി കഴിഞ്ഞ് ഒരു സെറ്റ് 10 സെക്കൻഡ് ചെയ്യും, വീണ്ടും അടുത്ത 10 സെക്കൻഡ് ചെയ്യും. അങ്ങനെ 3-4 സെക്കൻഡ് അവനെ ഹോൾഡ് ചെയ്ത് എത്രത്തോളം അവൻ്റെ കൈക്ക് ബലമാക്കി എടുക്കും അത്രത്തോളമാണ് നമ്മൾ ഹോൾഡ് ചെയ്ത് നിർത്തുന്നത്. ഈ ഹോൾഡിംഗ് കൊണ്ട് നമുക്ക് അതിനകത്ത് എന്താണ് അതിൻ്റെ ബെനിഫിറ്റ് എന്താണ്? നമുക്ക് ഈ കൈക്ക് ഈ പറഞ്ഞാൽ ഫോറാം, അപ്പറാം, ഷോൾഡർ ഇതിനെല്ലാം നല്ല ഡെവലപ്പ് ആവുന്ന ഒരു എക്സസൈസാണ് ഈ ഹോൾഡിംഗ് എന്ന് പറയുന്നത്. അത് അപ്പർ ഹോൾഡിംഗ് ഉണ്ട്, ലോവർ ഹോൾഡിംഗ്. നമ്മളിപ്പോൾ ലോവറാണ് കാണിച്ചത്. അടുത്ത അപ്പർ ഹോൾഡിംഗ് ആണ്. അപ്പർ ഹോൾഡിംഗ് ഇതുപോലെ തന്നെ ബാറിൻ്റെ മേളിൽ പെടലി വെച്ചിട്ട് നമ്മൾ ഏകദേശം 10 സെക്കൻഡ് 20 സെക്കൻഡ് ഇങ്ങനെ 1, 2, 3 കൗണ്ടുകളാക്കി ആ പിള്ളേരെ നമ്മൾ
സ്ട്രെയിൻ ചെയ്തെടുക്കുകയാണ്, ഡെവലപ്പ് ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ്. എന്നാൽ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ കൈക്കാണ് മാക്സിമം പവർ വേണ്ടത്. ആ കൈക്ക് പവർ ഉണ്ടാക്കിയെടുക്കാനാണ് ഈ ഹോൾഡിങ്. അപ്പർ ആയാലും ലോവർ ആയാലും കൈക്കാണ് പവർ. അപ്പം ഈ പിന്നെ പുള്ളപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതലും വേണ്ട നമ്മുടെ കൈയുടെ പവറാണ്. ആ കൈയുടെ ഒരു പവറിന് വേണ്ടിയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ പുഷപ്പ് ആയാലും ചിന്നപ്പാലായാലും പ്ലാങ്ക് ആയാലും ചെയ്യുന്ന പറഞ്ഞാൽ കൈക്ക് എത്രത്തോളം തിക്നെസ് പവർ ആക്കി എടുക്കുക, അതിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. അതാണ് അത് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ ലോവർ ചെയ്ത് അപ്പർ ചെയ്ത് പിന്നെ നമ്മൾ പറഞ്ഞ സപ്പോർട്ടിങ് ഹോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്. സപ്പോർട്ടിങ് പുള്ളപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ചെയ്യുക. അവനെ കൊണ്ട് നമ്മളിപ്പം ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ എത്രത്തോളം ഡെവലപ്പ് ആയെന്ന് അറിയാൻ വേണ്ടി സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ ഒരു സപ്പോർട്ട് ഒരാളെ നിർത്തി അവൻ്റെ പിന്നെ ബാക്ക് ലെഗ് പിടിച്ച് മേലോട്ട് പൊക്കി കൊടുക്കുക. അത് നമ്മൾ ഇങ്ങനെ കൗണ്ട് ചെയ്ത് പറഞ്ഞാൽ ലെഗ് പിടിച്ച് പൊക്കി കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ കാലെ പിടിച്ച് നമ്മൾ മേലോട്ട് പൊക്കുന്നെങ്കിൽ പോലും അവൻ്റെ സപ്പോർട്ട് തന്നെ അവനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുക. നമ്മൾ കാലെ പിടിച്ച് അവനെ പൊക്കി വിടുകയല്ല, അവനെ കൊണ്ട് തന്നെ കൈ തെക്കുന്ന സെക്കൻഡ് ഉണ്ടാവും. ആ മേളിൽ തന്നെ ബാറിൻ്റെ മേലെ ഏകദേശം ഒരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. വീണ്ടും നമ്മൾ ഡൗൺ ചെയ്യും, വീണ്ടും നമ്മൾ 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, ഡൗൺ ചെയ്യും, പിന്നെ അവനെ 10 സെക്കൻഡ് ഹോൾഡ് ചെയ്തെടുത്തും പിന്നെ ഡൗൺ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഒരു ദിവസം അവനെ ഒരു കുട്ടിയെ തന്നെ ഏകദേശം 10-12 വട്ടം തന്നെ അവന് ചെയ്ത് അന്ന് തന്നെ അവൻ്റെ കൈ ഒരു നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു കുട്ടി നമുക്ക് ഒരു എത്ര ടൈം കൊണ്ട് ഈ കുട്ടി നമ്മളെ പിക്കപ്പ് ആയി വരും? മാക്സിമം ഈ ഒരു 4-3 ചിന്നിങ് അടിക്കുന്നതിന് ഒരു ഏകദേശം ഒരാഴ്ച കൊണ്ട് ഏകദേശം 6-7 വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു 20 ദിവസമൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് അവനെ അത് തന്നെ അവർ വീട്ടിൽ തന്നെ ചെയ്താലും വലിയ ബാറിൻ്റെ കാര്യങ്ങളൊന്നുമില്ല. വീട്ടിൽ ചെന്നാലും പുഷപ്പ് ചെയ്യുക, ഇതുപോലെ തന്നെ പലതരം പുഷപ്പ് ചെയ്യുക, ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവർ തന്നെ ഏകദേശം ഓരോ ദിവസം ഡെവലപ്പ് ആക്കി എടുക്കാൻ അവർ കൂടെ ശ്രമിച്ചാൽ മാക്സിമം ഒരാഴ്ച കൊണ്ട് ഈ 10 ചിന്നിങ് എടുക്കുന്ന ഈ ചിന്നിങ് എടുക്കുന്ന പിള്ളേർ പഠിപ്പിക്കുന്നതിന് ഒരു വിഷയമില്ല. അത് അവർ നമ്മൾ ചെയ്യിപ്പിച്ചെങ്കിൽ പോലും അവർ വീട്ടിൽ പോയി ചെയ്ത് എന്ന് പറഞ്ഞാൽ പ്രത്യേകം സൗകര്യം ഒന്നും വീട്ടിൽ തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. നമുക്ക് തന്നെ ഇപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഹാൻഡ് പിന്നെ കാല് മേളിൽ വെച്ച് നമുക്ക് പുഷപ്പ് പഠിക്കാം, കാല് മേളിൽ വെച്ച് ഹോൾഡ് ചെയ്തെടുക്കുക. ഇതെല്ലാം നമുക്ക് ഈ പറഞ്ഞ ഹാൻഡ് പവറിനാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഹാൻഡ് പവർ ചെയ്തെടുക്കുക. അതാണ് ഇതിന് മെയിൻ. പുള്ളപ്പിന് ഏറ്റവും മെയിൻ ഹാൻഡ് പവറാണ്. ഹാൻഡ് പവറിനാണ് നമ്മൾ ഇത്രയുള്ള ഈ ടിപ്സുകൾ ചെയ്യുന്നത്. 3 ടിപ്സുകളേ ഉള്ളൂ സാർ പറഞ്ഞത്. വേറെ ഇനി എന്തെങ്കിലും ടിപ്സുകൾ ഉണ്ടോ? വേറെ ടിപ്സുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ വെയിറ്റ് എടുക്കാം, വെയിറ്റ് എടുക്കാം, ഇതിന് എല്ലാത്തിനും തന്നെ ഈ ഹാൻഡ് പവർ ഉണ്ടാക്കാനുള്ള ഏത് എക്സസൈസ് നിങ്ങൾക്ക് അറിയാവുന്ന എക്സസൈസ് നമ്മൾ പറഞ്ഞതിന് കൂടാതെ നമുക്ക് ഏത് എക്സസൈസ് ഇത് ഹാൻഡ് പവറാണ് ഇതിന് മെയിൻ. അതുപോലെ തന്നെ പുള്ളപ്പോയി ബ്രീത്ത് അപ്പ് ബ്രീത്ത് ഡൗൺ പറഞ്ഞാൽ മേലോട്ട് പോകുമ്പോൾ ബ്രീത്ത് ശ്വാസം മേലോട്ട് എടുക്കുക, താഴോട്ട് ശ്വാസം ഡൗൺ. അതും കൂടി ഇതിൻ്റെ മെയിൻ ഒരു എക്സസൈസാണ്. അതും കൂടെ നമ്മൾ ചെയ്ത് തന്നെ ബ്രീത്തിങ്ങും കൂടെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഈ 10, 11, 12 അടിക്കുന്നൊന്നും ഒരു വിഷയമില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ കാലിക്കറ്റൊക്കെ ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് റാലിക്ക് പോകുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഇനിയും ടൈമുണ്ട്. അവർക്ക് ഈ 4 പുള്ളപ്പ് എടുക്കുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇനിയും ടൈമുണ്ട്. ഇപ്പം നമ്മുടെ ബിനുസാർ പറയുന്ന രീതിയിലുള്ള ടിപ്സുകൾ ഫോളോ അപ്പ് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ഒരു 2 വീക്സ് കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു 10ലേക്ക് 10 ദിവസം കൊണ്ട് നമ്മൾ അവനെ 10 ജനിങ് അടുപ്പിക്കും. 10 ദിവസം അവൻ ആത്മാർത്ഥമായിട്ട് വരുന്നത് 10 ദിവസം കൊണ്ട് നമ്മളിപ്പോൾ ഒരു 3 ജനിങ് അടിച്ചാലും 10 ജനിങ് അവനെ അടുപ്പിച്ച് ആത്മാർത്ഥമായിട്ട് 10 അവനെ എക്സലന്റ് അടുപ്പിച്ച് നമ്മൾ വിട്ടിരിക്കും. അതാണ് സാറിൻ്റെ ഒരു കോൺഫിഡൻസ്. അതാണ് ബിനുസാർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കോൺഫിഡൻ്റ് ആണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അപ്പം നിങ്ങൾ ഈ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾ കാണുക, ഇത് കംപ്ലീറ്റ് ആയിട്ട് കാണുക. കണ്ടെങ്കിൽ മാത്രമേ ഈ ടിപ്സുകൾ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. ഈ ഫോളോ അപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ തീർച്ചയായിട്ടും ഞങ്ങൾ 100% ഗ്യാരണ്ടി തരുന്നു. നിങ്ങൾ ഈ ടിപ്സുകൾ ഫോളോ അപ്പ് ചെയ്താൽ നിങ്ങൾക്ക് 100% നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇത് മറ്റുള്ള ആൾക്കാർക്ക് ഉപകരിക്കുമെങ്കിൽ എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊന്ന് ഷെയർ ചെയ്യുക. ഞങ്ങളുടെ അക്കാഡമിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇനിയും ഇപ്പോൾ സാർ പറയുന്നത് കേട്ടു, അടുത്ത ഇപ്പോൾ ഈ റിക്രൂട്ട്മെൻറ്റ് റാലിക്ക് 12-15 പേരോളം സിന്നിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അതിനകത്ത് എക്സലിന് അടിക്കുന്ന കുട്ടികൾ പോലും ചിലപ്പോൾ 8-7 അടിച്ച് നിർത്തേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. ആ സാഹചര്യം എന്താണ്, അത് എങ്ങനെ മറികടക്കാം എന്നുള്ള ഒരു പുതിയ ടോപ്പിക്കുമായിട്ട് സാറ് അടുത്ത ക്ലാസ്സിൽ വരുന്നതാണ്. അപ്പം അതുവരെ എല്ലാവർക്കും വണക്കം. ജയ് ഹിന്ദ്.